The Soyuz core stage is performing as expected, and the core stage of the Soyuz is 56 feet in length, 13.5 feet in diameter, with a single engine with 4 fuel chambers providing between 178,000 and 220,000 pounds of thrust for its 3 minute and 28 seconds of operation. ഈ ഘട്ടത്തിൽ പ്രൊഫസർ PS ശോഭനോട് കൂടി ചോദിക്കാം. പ്രൊഫസർ ശോഭൻ, ഇപ്പോൾ ആ വിക്ഷേപണം അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടം പിന്നിട്ടിരിക്കുകയാണ്. ഇനി എന്തെല്ലാമാണ് ബാക്കിയുള്ളത്? ഇപ്പോൾ നമ്മൾ കൃത്യമായിട്ടുള്ള അതിൻ്റെ ഫ്ലൈറ്റ് ട്രാജക്ടറി കീപ്പ് ചെയ്തിട്ടുണ്ട്. പറഞ്ഞ പോലെ കൃത്യമായിട്ട് നേരത്തെ പ്ലാൻ ചെയ്ത രീതിയിൽ തന്നെ കൃത്യമായിട്ട് അതിൻ്റെ ബൂസ്റ്റർ റോക്കറ്റുകൾ സെപ്പറേറ്റ് ചെയ്തു. ആ ബൂസ്റ്റർ റോക്കറ്റുകൾ സെപ്പറേറ്റ് ചെയ്തതാണ് ഇവിടെ ക്രോസ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കണ്ടത്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഈ ഏതെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷനിൽ അതിൻ്റെ ടോപ്പിൽ ഉള്ള പേടകം എന്തെങ്കിലും അല്ലെങ്കിൽ ലോഞ്ചിങ് സമയത്ത് എന്തെങ്കിലും എന്താ പറയുക അത്യാഹിതം സംഭവിച്ചു കഴിഞ്ഞാൽ കോസ്മോനോട്ട്സിനെയൊക്കെ രക്ഷിക്കുന്നതിനായിട്ടുള്ള ലോഞ്ച് എസ്കേപ്പ് സിസ്റ്റവും കൃത്യമായിട്ട് സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി അത് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 പ്രാവശ്യം എർത്തിനെ ഓർബിറ്റ് ചെയ്യും ഏകദേശം. അതിനുശേഷം ഇതിനെ ട്രാൻസ്ഫർ ഓർബിറ്റിലേക്ക് മാറ്റും. ഈ പേടകത്തിലുള്ള എൻജിൻ കത്തിച്ചുകൊണ്ട് ട്രാൻസ്ഫർ ഓർബിറ്റിലേക്ക് മാറ്റിയിട്ട് അതിനെ ഇപ്പോൾ ഒരു സർക്കുലർ ഓർബിറ്റിലേക്കാണ് ഇത് പോകുന്നത്. വൃത്താകൃതിയിലുള്ള ഒരു സഞ്ചാരപഥത്തിലാണ് ഇപ്പോൾ അത് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ സഞ്ചരിക്കാൻ പോകുന്നത്. ആ വൃത്താകൃതിയിലുള്ള സഞ്ചാരപഥത്തിൽ നിന്നും ഇതിനെ ഇനി ഒരു എലിപ്റ്റിക്കൽ ദീർഘവൃത്താകൃതിയിലുള്ള സഞ്ചാരപഥത്തിലേക്ക് മാറ്റും. അങ്ങനെ ആ ദീർഘവൃത്താകൃതിയിലുള്ള സഞ്ചാരപഥത്തിലേക്ക് മാറ്റുവാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു ബൂസ്റ്റർ റോക്കറ്റ് കത്തിക്കും. അതിനുശേഷം ഇത് കത്തിക്കുന്ന പൊസിഷൻ ജസ്റ്റ് ഓപ്പോസിറ്റ് സൈഡിൽ എത്തിക്കഴിയുമ്പോൾ രണ്ടാമത് ആ സമയത്ത് ഇത് ഈ 45 മിനിറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ അപ്പോജി, അതായത് ഭൂമിയിൽ നിന്ന് ഏറ്റവും അകലെയുള്ള ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ എലിപ്റ്റിക്കൽ ഓർബിറ്റ് ആയതുകൊണ്ട് ഒരു സൈഡ് ഭൂമിയുടെ അടുത്തും അതിന് പെരീജി എന്ന് പറയും, ഭൂമിയിൽ നിന്ന് അകന്ന് മറ്റൊരു ബിന്ദു ഉണ്ടാവും, അതിന് അപ്പോജി എന്ന് പറയും. ഈ അപ്പോജിയിൽ എത്തിക്കഴിയുമ്പോൾ വീണ്ടും ഒന്നുകൂടി റോക്കറ്റ് കത്തിച്ചിട്ട് ഇതിനെ വീണ്ടും ഒരു വൃത്താകൃതിയിലുള്ള പാതയിലേക്ക് മാറ്റും. ആ സമയം ഈ നമ്മുടെ സ്പേസ് സ്റ്റേഷൻ്റെ ഓർബിറ്റുമായിട്ട് വളരെ അടുത്ത് ഈ ഓർബിറ്റെത്തും. പിന്നെ അവിടെ നിന്നുള്ള ഓർബിറ്റൽ മാനുവർ വഴി സ്പേസ് സ്റ്റേഷനുമായിട്ട് അലൈൻ ചെയ്തിട്ട് വേണം ഇത് ഡോക്കിംഗ് നടത്താനായിട്ട്. ഇതാണ് ഇനി നടക്കാൻ പോകുന്ന പ്രോസസ്സ്. അതിനു മുമ്പ് നേരത്തെ നമ്മുടെ ഇതിൻ്റെ എക്സ്പീരിയൻസിനെ കുറിച്ച് ചോദിച്ചു വന്നിട്ട് കാര്യങ്ങൾ ഒന്ന് സപ്ലിമെൻ്റ് ചെയ്യാനുണ്ട്. നമ്മൾ മൈക്രോഗ്രാവിറ്റിയിൽ ബ്ലഡ് വെയിൻ അല്ലെങ്കിൽ വെയിനിൻ്റെ സ്ട്രക്ചറിന് എന്തൊക്കെയാണ് വ്യത്യാസം വരുന്നത്, ഇതൊക്കെ ഈ പറയുന്ന നേരത്തെ സൂചിപ്പിച്ച നമ്മുടെ ബയോളജി അല്ലെങ്കിൽ മെഡിസിനുമായിട്ട് ബന്ധപ്പെട്ട ആ പരീക്ഷണങ്ങൾ സ്പേസ് രംഗത്ത് വളരെ ദൂരവ്യാപകമായ ഫലങ്ങളുണ്ടാക്കുന്നതാണ്. കാരണം നമുക്ക് മാർസിലേക്കോ അല്ലെങ്കിൽ വിദൂര ഗ്രഹങ്ങളിലേക്കൊക്കെ പോകണമെങ്കിൽ അനേകം മാസങ്ങൾ അല്ലെങ്കിൽ അനേകം വർഷങ്ങൾ സഞ്ചരിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സഞ്ചാരത്തിൽ മനുഷ്യ ശരീരത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ ഇതൊക്കെയാണ് അനിൽ മേനോൻ ഒരു ഭിഷഗ്വരൻ എന്നുള്ള രീതിയിൽ, ഒരു ഡോക്ടർ എന്നുള്ള രീതിയിൽ പഠിക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ മൈക്രോഗ്രാവിറ്റി എന്ന് പറയാൻ ഗ്രാവിറ്റി ഇല്ലാതെ പരീക്ഷണങ്ങൾ അവിടെ നടത്താനുണ്ട്. ഞാൻ അങ്ങയിലേക്ക് മടങ്ങിയെത്താം.